ഹലോ, എല്ലാവർക്കും എന്ത് പറയുന്ന സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചിക്കൻ കറി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വെറൈറ്റി എന്ന് പറയാൻ കാര്യം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് കുറച്ച് കാന്താരമുളകൊക്കെ ചേർത്തിട്ടോ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അത് കറിയാട്ടോ അല്ലെങ്കിൽ റോസ്റ്റ് ആട്ടോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കറിയായിട്ട് കുറച്ച് ചാർക്ക നീട്ടിയെടുക്കാം, അതല്ല എങ്കിൽ റോസ്റ്റ് ആയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കാന്താരിയാണ്. അപ്പോൾ ഈ കാന്താരി നമ്മൾ ആദ്യം പറിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ കാന്താരി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാനുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടിട്ട് വരാം കേട്ടോ. അമ്മ പിന്നെ ആവശ്യം പോലെ കാന്താരിയൊക്കെ നട്ട് വളർത്തിയിട്ടുള്ളത് കൊണ്ട് സമയമാകുമ്പോൾ ഓടിച്ച് ഞങ്ങൾ പറിച്ചെടുത്താൽ മതി കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ഈ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ കൈകൊണ്ട് മുളകും പറിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ആ തണ്ടൊക്കെ ഒടിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ മഴ കേൾക്കാനുള്ള ചാൻസും ഉണ്ട്. ഇതിപ്പോൾ മൂത്ത ഏതോ മൂക്കാത്ത ഏതാണെന്ന് എനിക്കത്ര വലിയ നിശ്ചയമൊന്നും ഇല്ല കേട്ടോ. കണ്ടതൊക്കെ അങ്ങ് പറിച്ചെടുക്കുക, കുറച്ച് വലിപ്പമുള്ളതും കണ്ടതൊക്കെ അങ്ങ് പറിച്ചെടുത്തേക്കുക കേട്ടോ. നമുക്ക് ഇനി ഇത് ഇത്രയൊക്കെ മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കാന്താരി ചിക്കന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കൈ കൊണ്ടാണ് കേട്ടോ തിരുമുന്നത്. നിങ്ങൾക്കിനി കൈകൊണ്ട് തിരുമുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എങ്കിൽ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മൂടി വെച്ച് എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെച്ചേക്കുക. ഇനി ഈ കറിക്ക് മെയിനായിട്ട് വേണ്ടത് കാന്താരിയാണ്. അപ്പോൾ ദാ ഇതുപോലെ കുറച്ച് കാന്താരി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടിയോളം മല്ലിച്ചപ്പ്, പിന്നെ ദാ കുറച്ച് പെരിഞ്ജീരകമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ചെറിയ ജീരകമല്ല, വലിയ ജീരകം. ഇതിന് ഇപ്പം അരച്ചെടുക്കണ്ട. ഇപ്പം അരച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ചേർക്കാൻ നേരം മാത്രം അരച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് മാറിയിരിക്കട്ടെ. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സവാള, ഞാനിപ്പോൾ ഒരു 1.5 മുറിയോളം സവാള എടുത്തിട്ടുണ്ട്. അത് ഒന്നിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇടിച്ചത് അങ്ങിട്ട് കൊടുക്കുകയാണ്. ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതും കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ സവാളയൊക്കെ നല്ലവണ്ണം തന്നെ വഴണ്ട് ഒന്ന് നിറമൊക്കെ മാറി വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുകയാണ്. വേറെ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി, ആ കുത്തലൊക്കെ ഒന്ന് മാറി മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മല്ലിച്ചപ്പൊക്കെ എടുത്ത് വെച്ചിരുന്നല്ലോ, അത് അങ്ങോട്ട് അരച്ച് ചേർക്കുകയാണ്. ഇതിങ്ങനെ തേക്കലിരുന്നിട്ട് ഒരു കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന പാകമാകും. ദാ ഇതുപോലെ. അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴാണ് നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കന് ഈ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇട്ട് കൊടുക്കുകയാണ്. ആ കാന്താരിയുടെയും അതുപോലെ മല്ലിയുടെയും ചിക്കൻ, ഇനിയിപ്പോൾ ചിക്കനോടൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ മണം എന്ന് പറയുന്നൊരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ കുറുക്കി നമ്മളത് റോസ്റ്റ് പോലെ ആക്കിയെടുക്കാം, ഡ്രൈ ആക്കിയെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ സാധാ നമ്മുടെ കവർ പാലുണ്ടല്ലോ, അത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കന് മാത്രമേ ആദ്യം ഉപ്പ് ചേർത്ത് തിരുമ്മി വെച്ചിരുന്നുള്ളൂ. ഇപ്പം ഗ്രേവിക്കൊക്കെ കുറച്ച് ഉപ്പൂടെ കുറവുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ, കാന്താരി ചിക്കൻ. ഇത് ഇത്രയൊക്കെ മതി കേട്ടോ. ഞാൻ ഇത് ഒന്നും കൂടെ ഡ്രൈ ആക്കി ഒന്നും കൂടെ വെള്ളമൊക്കെ പറ്റിച്ചെടുക്കണില്ല, ഇച്ചിരി ചാറോട് കൂടി ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കാന്താരി ചിക്കൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് മാംഗോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ മാംഗോ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുകളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും